ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. വരുന്ന ജൂൺ 25 ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 50-ാം വാർഷികം. അതോടൊപ്പം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ച് രൂപം കൊണ്ട RSSന്റെ 100-ാം വാർഷികവുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത, ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSS അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടായിരിക്കാം അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരാവസ്ഥ വാർഷിക ദിനത്തെ ജനാധിപത്യ ഹത്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അന്നത്തെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ രൂക്ഷമല്ലേ ഇന്നത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ? അതേ എന്ന് പറയുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം പ്രതികരിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരനും പ്രഭാഷകനും ചിന്തകനുമായ കെ വേണു. അപ്പോഴും ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ബഹുസ്വരതയും ഈ ഭീഷണിയെ അതിജീവിക്കുമെന്നും അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറയുന്നു. ഏവർക്കും സ്വാഗതം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നേടിയൊരു വൻ വിജയമുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം വളരെ പ്രകടമായി കാണാമായിരുന്നു. അധികാരം തൻ്റെ കയ്യിൽ തന്നെ എന്ന രീതിയിലുള്ളൊരു പ്രവണത വന്നു. അതിനെതിരായി പിന്നീടുള്ള കാലത്ത് 72, 73, 74 കാലഘട്ടങ്ങളിൽ പൊതുവിൽ ഇന്ത്യയിൽ വ്യാപകമായി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധങ്ങളും കലാപങ്ങൾ വരെ ഉണ്ടാവുകയുണ്ടായി. അന്ന് ജയപ്രകാശ് നാരായണൻ, എന്നും ജനാധിപത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തു നിന്ന് പോന്നിട്ടുള്ള ജയപ്രകാശ് നാരായണനെ പോലുള്ളൊരു സീനിയർ നേതാവ് ഈ വിദ്യാർത്ഥി കലാപങ്ങൾക്കൊക്കെ തന്നെ വലിയ പിന്തുണ നൽകുകയുണ്ടായി. അതും ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു ഭീഷണി പോലെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായി വന്ന ഒരു കോടതി കേസിൽ ഇന്ദിരാഗാന്ധിക്കെതിരായ വിധി കൂടി വന്നതോടുകൂടി അധികാരം നിലനിർത്തുക ബുദ്ധിമുട്ടാണെന്ന് കണ്ട അവർ ഈ പറഞ്ഞ 75 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടാകുന്നത്. ഏറെക്കുറെ RSS, നക്സലൈറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ അനവധി സംഘടനകളെ നിരോധിക്കുകയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ ഒറ്റ രാത്രി തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയുണ്ടായി. പത്രങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായ നിരോധനം, ഒരു വാർത്തയും പുറത്തു വരില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പിന്നീടുണ്ടായ സാഹചര്യമുള്ളത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളെന്ന നക്സലൈറ്റ് പ്രസ്ഥാനം പൊതുവിൽ ജന്മിത്വത്തിനെതിരായിട്ടൊക്കെയാണ് സമരം ചെയ്തിരുന്നതെങ്കിലും അടിയന്തരാവസ്ഥയിലൂടെ ഭരണകൂടം പ്രധാന ശത്രുവായി മാറി എന്നുള്ള നിലയ്ക്ക് ആ ഭരണകൂടത്തിനെതിരായ സമരം എന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷൻ ആക്രമണവും അതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ നീങ്ങിയത്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അധികം അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ ദീർഘകാല സ്വാതന്ത്ര്യ സമര പശ്ചാത്തലവും ജനാധിപത്യ മതേതര അടിത്തറയൊക്കെയുള്ള കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിക്ക് അങ്ങനത്തെ ഒരു അടിയന്തരാവസ്ഥ പോലുള്ളൊരു സ്ഥിതി അധികം നാൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല 77 ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവരെ പ്രചോദിപ്പിക്കുകയുണ്ടായി. അതും കൂടി വച്ചിട്ടാണ് 77 മാർച്ച് ഏപ്രിൽ മാസത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വൻ പരാജയം നേരിടുകയുണ്ടായി. തുടർന്ന് തീർച്ചയായിട്ടും ജനതാ പാർട്ടിയും മറ്റ് ഒരു പൊതുവിലൊരു ജനാധിപത്യ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പോൾ അത്തരമൊരു അടിയന്തരാവസ്ഥ പിന്നീട് ഇന്ത്യയിലുണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യവുമല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അതേസമയം അതൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കഴിഞ്ഞ 10 കൊല്ലമായിട്ട്, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയാവുന്നൊരവസ്ഥയാണ്. സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി സർക്കാരിൻ്റെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ഗൂഢമായും പരസ്യമായും നടത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയെപ്പോലുള്ള അതിബൃഹത്തായ ഒരു രാജ്യം, 140 കോടി ജനങ്ങളൊക്കെ ഉള്ളൊരു രാജ്യത്ത്
അനവധി ഭാഷകൾ, സംസ്കാരങ്ങൾ, ജാതിമത വിഭാഗങ്ങളെല്ലാം ഉള്ളിടത്ത് വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നു എന്നുള്ളത് ലോകം തന്നെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒന്നാണ്. കാരണം ലോകത്തിൽ മറ്റൊരിടത്ത് ഇതുപോലെ സാധ്യമല്ല. അത്ര ചിട്ടയായി നല്ല രീതിയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. കാരണം സർക്കാരിൻ്റെ ഒട്ടും നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ TN ശേഷൻ്റെ കാലം മുതൽക്കാണ് അത് ആ രീതിയിൽ വന്നത്. അതിവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒട്ടും തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഇലക്ഷൻ കമ്മീഷനെ ഇപ്പോഴത്തെ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് അവരുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ, അവരെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികളെയൊക്കെ അതിൻ്റെ തലപ്പത്ത് നിയമിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായി തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ നേടി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു എന്താ പറയുക, ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യയിലെ ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുക്കുകയുണ്ടായി. കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്ത വിധം മോദിയെ ശരിക്കും തടയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള മോഹമൊക്കെ മാറ്റിവെച്ച് മറ്റു ചില സംഘടനകളുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുവായ ഈ മതേതര ജനാധിപത്യ ഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് വേറൊരു വലിയ പശ്ചാത്തലം കൂടിയുണ്ട്. 1920 ബാലഗംഗാധര തിലകൻ മരിച്ചതിന് ശേഷം മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. താനൊരു സനാതന ഹിന്ദുവാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യമായിരിക്കും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് കൃത്യമായി അദ്ദേഹം നടപ്പിലാക്കുകയും ഏറെക്കുറെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 48-ൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ആ കാലയളവിൽ ഈശ്വര അള്ളാ തേരേ നാം പോലെയൊക്കെയുള്ള പ്രാർത്ഥനാഗാനങ്ങൾ സാധാരണ ഗ്രാമീണ ജനതയിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഗാന്ധിജി വലിയൊരു പങ്ക് വഹിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു മതസൗഹാർദ്ദ അന്തരീക്ഷം നേരത്തെ നിലനിന്നിരുന്നു. പക്ഷെ അതിന് കൃത്യമായൊരു രാഷ്ട്രീയ മാനം നൽകുന്നതിന് ഗാന്ധിജിക്ക് കഴിയുകയുണ്ടായി. ഈ മതേതര ജനാധിപത്യ അടിസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവൊക്കെ ഇന്നത്തെ നമ്മുടെ ആധുനിക ഇന്ത്യൻ മതേതര ജനാധിപത്യം വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ അടിത്തറ അങ്ങനെ എളുപ്പത്തിൽ ഇപ്പോൾ മോദിയും കൂട്ടരൊക്കെ വിചാരിച്ചാൽ തകർക്കാവുന്ന ഒരു അടിത്തറയല്ല ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പോലും അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണി വളരെയധികം ഗൗരവമുള്ളതാണ്. അതിനെ ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ, ജനാധിപത്യ സംഘടനകളെല്ലാം തന്നെ ഒന്നിച്ചു നിന്ന് എതിർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് പോലുള്ള ഒരു ദീർഘകാല മതേതര ജനാധിപത്യ പ്രസ്ഥാനം തന്നെയാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. പക്ഷേ അടുത്ത കാലത്ത് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായ വീഴ്ചകൾ, അപജയങ്ങളൊക്കെ തന്നെ ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒരു നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു വന്നില്ല, ആ രീതിയിലുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പരിധിവരെ അതിനെ മറികടക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു മൊത്തത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കെട്ടുറപ്പുള്ളൊരു ഐക്യം ഇപ്പോഴും നിലവന്നിട്ടില്ല. ഏറെക്കുറെ അതിനുള്ളൊരു അടിസ്ഥാനം, ഒരു ഘടനാപരമായ ഒരു അടിസ്ഥാനമൊക്കെ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും ആ ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യം ശക്തമായി വളർത്തിക്കൊണ്ടുവന്ന് ഈ ഭീഷണിയെ നേരിടുക എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പൊതുവായ ഒരു മതേതര ജനാധിപത്യ അടിത്തറ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഇന്ത്യൻ സമൂഹം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ RSS ഉൾപ്പെടെ എല്ലാ സംഘടനകളും നിരോധിക്കപ്പെടുകയും ആ രീതിയിൽ പീഡനം നേരിടുകയും ചെയ്തൊരു പ്രസ്ഥാനം തന്നെയാണ് ഇന്നത്തെ BJP ആയി മാറിയിട്ടുള്ളതെന്ന് സംശയമില്ല.
ആ നിലയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനത്തെ ഒരു അവകാശവാദം പറയുന്നതിന് തെറ്റില്ല. തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയെ നമ്മളെല്ലാവരും തന്നെ ആ അർത്ഥത്തിൽ എതിർക്കേണ്ടതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ യഥാർത്ഥത്തിലൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിൽക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന മോദിക്ക് ഇങ്ങനത്തെ ഒരു പ്രഹസനം, അതൊരു പ്രഹസനമായി മാറുന്നത് അതുകൊണ്ടാണ്. അതല്ല മോദി ഒരു ശരിയായ ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെയാണ് നയിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇതിന് ന്യായം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് പിന്നീട് അത് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോൺഗ്രസ് പോലുള്ളൊരു ദീർഘകാല മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന് അടിയന്തരാവസ്ഥ പോലുള്ളൊരു പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് താൽക്കാലികമായുണ്ടായ കോൺഗ്രസിൻ്റെ ഒരു അപഭ്രംശം എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനെ ഇത്ര പർവ്വതീകരിച്ച് കാണിക്കേണ്ട അതിനുള്ള അർഹത മോദിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും 100 വർഷം മുമ്പ്, അതായത് 1925 ശരിക്ക് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്നുള്ള പ്രഖ്യാപനവുമായി കൊണ്ട് ഡോക്ടർ ഹെഡ്ഗെ വാറുംകൂട്ടരും രംഗത്ത് വരുന്നതും RSS രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ 100 വർഷം തികയണ സമയത്ത് തങ്ങളുടെ ആ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനീ പറഞ്ഞതുപോലെ അത്തരമൊരു ലക്ഷ്യം അവർക്ക് നേടിയെടുക്കുക എളുപ്പമല്ല. എങ്കിലും വളരെ ചിട്ടയായ ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് RSS ഈ കഴിഞ്ഞ 100 വർഷവും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ പിന്നിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നതെങ്കിൽ തന്നെയും കൃത്യമായും അവരുടെ ഒരു രാഷ്ട്രീയ പദ്ധതി തന്നെയാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോദി നടപ്പിലാക്കുന്നു അത് തന്നെയാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും RSSന് അവരുടെ ലക്ഷ്യം നേടുന്നതിൽ വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് വലിയ അപകടകരമായൊരു കാര്യം കൂടിയാണ്, സംശയമില്ല. അപ്പോൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ മറ്റൊരടിത്തറ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് നമ്മളിനി കാണാതിരിക്കുന്നേ ഉള്ളൂ. ജാതി വ്യവസ്ഥ എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ ഈ സവർണ മേധാവിത്വ ഘടന ശരിക്കും ജനാധിപത്യ വിരുദ്ധമാണത്. അതിനൊരിക്കലും ജനാധിപത്യപരമായ ഒരു ചെറിയ അംശം പോലും നിലനിർത്താൻ സാധ്യമല്ല. അതിൻ്റെ ആ സാമൂഹ്യ ഘടന, സാമൂഹ്യവും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഘടന തന്നെ അടിസ്ഥാനപരമായ ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അപകടം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയും അവർക്ക് ഇന്ത്യയെ പോലുള്ളൊരു സമൂഹത്തിൽ വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനെ നേരിടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരിടുക മാത്രമേ മാർഗമുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ കാണുന്നത് ഇന്ത്യയുടെ ഈ ബഹുസ്വരത തന്നെയാണ്. കാരണം ഇത്രയധികം ഭാഷകൾ, ഓരോ ഭാഷാ സമൂഹത്തിനും തനതായ ഒരു രാഷ്ട്രീയ അസ്തിത്വമുണ്ട്. അതാണ് ഇവിടുത്തെ സവിശേഷത. അപ്പോൾ ഈ തനതായ രാഷ്ട്രീയ സാംസ്കാരിക അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഫെഡറൽ ഘടന താരതമ്യേന മെച്ചപ്പെട്ടൊരു ഫെഡറൽ ഘടനയുണ്ട്. അതിനെ തകർക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ ഫെഡറൽ ഘടന കൂടി ആയതോടുകൂടിയുള്ള വൈവിധ്യം ഓരോ പ്രദേശത്തും, ഇപ്പോൾ കേരളത്തിലെ അന്തരീക്ഷവും പഞ്ചാബിലെ അന്തരീക്ഷവും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ അപ്പോൾ പോലും അവർക്കൊക്കെ അവരവരുടെ തനതാസ്തിത്വം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു ഘടന ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ജനാധിപത്യ ഘടന നിലനിന്ന് പോകാനാണ് സാധ്യത. അങ്ങനെ പൊളിക്കുക, എതിർക്കുക, തകർക്കുക എളുപ്പമല്ല. ഇന്ത്യയിൽ പണ്ട് മുതലേ ഈ പറഞ്ഞ സവർണ മേധാവിത്വ ശക്തികൾ ഉപയോഗിച്ച് പോന്നിട്ടുള്ളത് ഒരു മുസ്ലിം വിരുദ്ധ അന്തരീക്ഷം വളർത്തുക എന്നുള്ളത് തന്നെയാണ്. ഹിന്ദുത്വ ബോധത്തെ ഒരു വർഗീയ ബോധമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയായിട്ട് അവർ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴും അവരത് അതിന് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് അത്തരം ശ്രമങ്ങൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം പോലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മതേതര ജനാധിപത്യ ശക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ നേരിടുകയാണെങ്കിൽ മാത്രമേ അതിനെ മറികടക്കാൻ കഴിയൂ. ഒരു പരിധി വരെയൊക്കെ അതിന് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.